കോൺഗ്രസ് മൊത്തം നാണം കെട്ട് പിരിച്ചുവിടലിന്റെ വക്കിലാണ്. കോൺഗ്രസിൽ നിന്ന് ഇത്രയും കാലം പൊട്ടിത്തെറിയാണ് പുറത്തേക്ക് കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ തെറിയഭിഷേകം പുറത്തേക്ക് കേൾക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹൈക്കമാൻഡ് അല്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്നത് കോൺഗ്രസിലെ ചെറിയ നേതാക്കന്മാരല്ല, തലമൂത്ത കാരണവന്മാർ തന്നെയാണ്. അത്രപ്പോഴും നേതൃത്വത്തിനെയും അനുയായികളെയും ഒരു വിലയുമില്ലാത്ത കോൺഗ്രസുകാരാണ് ഇപ്പോൾ SFI പിരിച്ചുവിടണമെന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ ആവശ്യം സതീശൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. SFI പ്രസ്ഥാനം പിരിച്ചുവിടുന്നതോടുകൂടി ഇടതുപക്ഷത്തിന്റെ ഒരു കൈവെട്ടാം എന്നുള്ള ചിന്തയാണ് VD സതീശന്. സ്വയം വളരാനോ കഴിയില്ല എങ്കിൽ വളർന്നവനെ തളർത്താനുള്ള വഴി നോക്കാം എന്നുള്ള പക്ഷം. SFI ഉണ്ടാക്കിയെന്ന് പറയുന്ന മുഴുവൻ പ്രശ്നങ്ങളും പരിശോധിച്ചാൽ അതിന്റെയൊക്കെ പിന്നിൽ നിന്ന് ചരട് വലിച്ച് SFI-ക്കാരെ പ്രതിയാക്കിയത് പൂർണ്ണമായും KSU പ്രവർത്തകരാണ് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാകും. മിക്ക കോളേജുകളും പിടിച്ചെടുത്തിരിക്കുന്നത് SFI പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് കോളേജിലെ എന്തെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് ലഹരി പിടിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം SFI-യുടെ തലയിലാവും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ കോളേജുകളിൽ ഏറ്റവും കൂടുതൽ നിലനിൽപ്പുള്ളത് SFI പ്രസ്ഥാനത്തിനാണ് എന്നും ഇരിക്കെ എന്തെങ്കിലും ഒരു ക്രിമിനൽ കേസിൽ പെടുന്നവർ SFI അനുഭാവികളാണ് എന്ന പേരിൽ മുഴുവൻ പ്രസ്ഥാനത്തെയും അടച്ചാക്ഷേപിക്കുന്നത് ശരിയായ നടപടിയല്ല. KSU പ്രവർത്തകർ പ്രതിയായി കഴിഞ്ഞാൽ അവരെ വളരെ രഹസ്യമായി തന്ത്രപരമായി ഊരിയെടുത്തിട്ട് SFI-ക്കാരെ ഇരയാക്കി ഇട്ടുകൊടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന് എപ്പോഴും താല്പര്യം. അല്ലെങ്കിലും കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്കൊക്കെ യുവനിരയോട് താല്പര്യം കുറവാണ് എന്ന് അതിലെ ചോട്ടാ നേതാക്കന്മാർ തന്നെ പലകുറി വിളിച്ചു പറഞ്ഞതാണല്ലോ. ഇപ്പോൾ സുധാകരൻ തന്നെ അധികാര സ്ഥാനത്ത് നിന്ന് മാറി യുവനിരയ്ക്ക് അവസരം കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നത് തന്നെ ഉദാഹരണം. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവർക്കും അവസരങ്ങൾ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓരോരുത്തർക്കും നിശ്ചിത കാലയളവിനു ശേഷം മത്സര രംഗത്തു നിന്ന് മാറി നിൽക്കാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിൽ ഇത് ഒന്നും നടപ്പില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇത്രയും സജീവമായ കരുത്തുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയെ നിസ്സാരമായി പിരിച്ചുവിടണമെന്ന് പറയാൻ എന്ത് താല്പര്യമാണ് സതീശന്? സ്വന്തം പ്രസ്ഥാനത്തിന് വളരാൻ കഴിയാത്തത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെയും അണികളുടെയും കഴിവുകേടാണ് എന്നത് മറച്ചു വെച്ചിട്ട് മറ്റൊന്നിനെ തല്ലി താഴെയിട്ട് മണ്ണാക്കി അതിനു മുകളിൽ തഴച്ചു വളരാം എന്നുള്ള മോഹം മനസ്സിലിരിക്കത്തേ ഉള്ളൂ. കേരളത്തിൽ നടപ്പില്ല.